നമസ്കാരം. ഗുഡ് മോർണിംഗ് എവരിബഡി. ദാവൂസ് സോട്ടിലേക്ക് സ്വാഗതം. എങ്ങനെ നമുക്ക് എപ്പോഴും ഹാപ്പി ആവാൻ പറ്റും എന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. എന്താണ് ഹാപ്പിനെസ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു വസ്തുവാണ് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക. ഏതെങ്കിലും ഒരു വസ്തുവുമായിട്ട് അതിനെ കണക്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുക. പൊതുവെ നമ്മൾ അൺഹാപ്പി ആയിരിക്കാനുള്ള കാരണം നമ്മുടെ സന്തോഷത്തെ ചില വസ്തുക്കളുമായിട്ടോ ചില ആളുകളുമായിട്ടോ കണക്ട് ചെയ്തിരിക്കുന്നു. ഉദാഹരണത്തിന് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാറായിരിക്കാം ഹാപ്പിനെസ്സിനുള്ള ഹേതു. അപ്പോൾ അയാൾക്ക് കാറില്ലാത്ത കാലത്തോളം അയാൾ അൺഹാപ്പി ആയിരിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല ഡ്രസ്സുകളായിരിക്കാം. അപ്പം നല്ല ഡ്രസ്സില്ലാത്തതിൻ്റെ പേരിൽ മുഖം വീർപ്പിച്ച് അടങ്ങുന്ന ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകളെ പോലും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നല്ല വീട് അല്ലെങ്കിൽ നല്ല ഭക്ഷണം, ഇതൊക്കെയും ഓരോ വസ്തുക്കളാണ്. ഇവയുമായിട്ട് നമ്മൾ സന്തോഷത്തെ കൂട്ടിക്കെട്ടിയാൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷം ലഭിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറഞ്ഞു പോകും. സന്തോഷം എന്ന് പറയുന്നത് ഒരു സമീപനമാണ് എന്ന് തിരിച്ചറിയുക. പ്രവാചകൻ്റെ ഒരു വാക്ക് വളരെ പ്രസിദ്ധമാണ്. ഐശ്വര്യം എന്ന് പറയുന്നത് അത് മനസ്സിലാണ് എന്നതാണ്. നമ്മുടെ മനസ്സ് ഐശ്വര്യദായകമാണെങ്കിൽ, അതായത് നമ്മുടെ സമീപനം പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഏത് നിമിഷവും സന്തോഷിക്കാൻ കഴിയുന്നതാണ്. അപ്പം ഇതൊരു വസ്തുവുമായിട്ടും അല്ല, അതുപോലെ ചില ആളുകൾ വ്യക്തിയുമായിട്ട് ഇതിനെ ബന്ധപ്പെടും. ഈ ആൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറണം, അപ്പോൾ ആൾ അങ്ങനെ പെരുമാറിയില്ലെങ്കിൽ നമ്മൾ നിരാശരാകും, അസന്തുഷ്ടരാകും. ഒരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പെരുമാറ്റമായിട്ടോ നമ്മൾ സന്തോഷത്തെ കണക്റ്റ് ചെയ്യാൻ പാടില്ല. അത് നമ്മളെ ദുഃഖത്തിലെത്തിക്കാനാണ് സാധ്യത. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ മാനസികാവസ്ഥയാണ്. ഈ മാനസികാവസ്ഥ കൈവരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്ന പോളിസി സ്വീകരിക്കുക. ഈ നിമിഷം ജീവിക്കുക. നമ്മൾ ഒന്നാമത്തെ ബി ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്ന ആ ക്ലിപ്പിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾക്ക് എന്താണോ ഉള്ളത് അതിനെ നോക്കിക്കൊണ്ട് അതിനോട് നന്ദി പറയാൻ കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഗുണമാണ് സന്തോഷം എന്ന് പറയുന്നത്. വളരെ ചെറിയ എന്ന് നമ്മൾ കരുതുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നതാണ്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത്, തിരക്കേറിയ ജീവിതത്തിനിടയിൽ മറന്നു പോകുന്ന ചെറിയ ചെറിയ കാര്യം. നമ്മൾ രക്ഷിതാക്കളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മക്കളുമായിട്ട് കളിക്കുക, ചിരിക്കുക, സല്ലപിക്കുക, സന്തോഷം കണ്ടെത്താൻ പറ്റും. പക്ഷെ നമുക്ക് അതിന് നേരം കിട്ടുന്നില്ല. നമ്മൾ ഭയങ്കര തിരക്കിലാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ കൂടെയും അമ്മയുടെ കൂടെയും സല്ലപിക്കുകയും ചിരിക്കുകയും ചെയ്യുമ്പോഴും അവർ സന്തോഷം കണ്ടെത്താൻ പറ്റും. പക്ഷെ നമ്മുടെ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം അത് ഒരു മസിൽ പിടുത്തത്തിൻ്റെതോ അല്ലെങ്കിൽ കൽപ്പനകളുടേതോ ആയിത്തീരുമ്പോഴാണ് നമുക്ക് ഈ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ പോവുക. രക്ഷിതാക്കൾ മക്കളോട് കൽപ്പിച്ചുകൊണ്ടേയിരിക്കുക, മക്കളെ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം മക്കളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാവ് എന്ന് പറയുന്നത് ഒരു സുപ്പീരിയർ ഓഫീസറായിട്ട് മാറുകയാണ്. വർക്കുമായി ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് മനസ്സിലേക്ക് കയറി വരാത്ത ഒരു സമൂഹത്തിൻ്റെ ഒരവസ്ഥയിൽ ജോലിക്കാരല്ലാതിരിക്കെ ഒരാളെ അംഗീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ അനുസരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന നിർബന്ധിതാവസ്ഥയിൽ ഉണ്ടാവേണ്ടി വരുന്ന ഒരു നിരാശ, അത് നിരന്തരം ആവർത്തിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ മനസ്സ് വല്ലാതെ ഇരുണ്ടു പോകുന്നത്. പറഞ്ഞു വന്നത് വളരെ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നതാണ്. സ്വന്തം മക്കളോട്, സ്വന്തം മാതാപിതാക്കളോട്, സ്വന്തം അനുജനോട്, ഏട്ടനോടൊക്കെ സല്ലപിക്കുമ്പോൾ, അവർക്ക് ഭക്ഷണമായി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത ബന്ധുവിനെയോ സുഹൃത്തിനെയോ സന്ദർശിക്കാൻ പോകുമ്പോൾ, ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് രംഗങ്ങളിൽ നമുക്ക് സന്തോഷിക്കണം. ഇനി സ്വന്തമാണെന്ന് പോലുമില്ല, തീർത്തും അവർ തന്നെ ഒരാൾക്ക് നിങ്ങൾ ബസ്സിൽ നിന്നൊരു സീറ്റ് എഴുന്നേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും. ആ രീതിയിൽ മനസ്സിനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കഴിയും. ഇനി ചില ആൾക്കാർ ചോദിക്കുമ്പോൾ എനിക്കൊന്നിനും കഴിയില്ലല്ലോ, ഒന്നിനും കഴിയില്ല, തീരെ കഴിവില്ല, സാമ്പത്തികമായിട്ടൊക്കെ വളരെ താഴ്ന്ന അവസ്ഥയിലാണുള്ളത്, ഇയാൾക്ക് പോലും സന്തോഷം കണ്ടെത്താൻ പറ്റും. എങ്ങനെയെന്ന് നമുക്ക് അടുത്ത ക്ലിപ്പിൽ പറയാം. ഒരു ശുഭ ദിനാശംസകളോടുകൂടി ഇന്ന് അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച്.